നമസ്കാരം. കേരളത്തിലെ പ്രധാന തലക്കെട്ട് വാർത്തകൾ ഇന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും വിവാദമായിരിക്കുന്നത് ഏലൂരിലെ മത്സ്യക്കുരുതിയും പെരിയാർ മലിനീകരണവുമാണ്. ഒരുപക്ഷെ ജലാശയത്തിലെ കുമിള പോലെ നാളെയോ മറ്റന്നാളോ കെട്ടിടങ്ങുന്ന ഒരു വിവാദം എന്നതിനപ്പുറം ഏലൂർ മലിനീകരണത്തിൻ്റെ സ്ഥായിയായ വശങ്ങളിലേക്ക് നാം പരിശോധിച്ചാൽ 5 ജില്ലകളിലെ 41 പഞ്ചായത്തുകളിലൂടെയും 3 മുനിസിപ്പാലിറ്റിയിലൂടെയും ഒരു കോർപ്പറേഷനിലൂടെയുമാണ് പെരിയാർ കടന്നു പോകുന്നത്. ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആളുകൾ അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി പെരിയാറിനെ ആശ്രയിക്കുന്നുണ്ടെന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരിക്കുന്ന കണക്കുകൾ. അപ്പോൾ കേവലം പെരിയാറിൻ്റെ തീരങ്ങളിൽ മത്സ്യകൃഷി നടത്തിയിരുന്ന കർഷകരുടെ വിലമതിക്കുന്ന മത്സ്യവും അവരുടെ നഷ്ടവും കണക്കാക്കി ആ വിവാദത്തെ നഷ്ടപരിഹാരത്തിലൂടെ തല്ലിക്കെടുത്താൻ മാധ്യമങ്ങളും ജനപ്രതിനിധികളും ശ്രമിക്കുമ്പോൾ അതിനപ്പുറം ഈ മലിനീകരണം സൃഷ്ടിക്കുന്ന തീവ്രമായ ഭീകരതയെ നാം കാണാതെ പോകരുത്. കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 25% സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ ഏലൂർ മുതൽ എടയാർ വരെയുള്ള പ്രദേശങ്ങളിലാണ്. ഈ സ്ഥാപനങ്ങൾ പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ സംസ്കരിക്കാതെ പെരിയാറിലേക്ക് ഒഴുക്കിവിടുകയും പെരിയാറിലൂടെ ഈ മലിനജലം കടലിൽ വരെ എത്തി സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് കേവലം നഷ്ടപരിഹാരം തിട്ടപ്പെടുത്തി ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ കടൽ സമ്പത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് 44 നദികളിൽ 41 അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവരുടെയും അവിടെ സ്ഥിതി ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ മാലിന്യങ്ങൾ, ജൈവ അജൈവ മാലിന്യങ്ങൾ കടലിലെത്തുന്നത് മൂലം കടലിൻ്റെ പാരിസ്ഥിതിക ഘടനയിലുണ്ടായിരിക്കുന്ന മാറ്റം മത്സ്യസമ്പത്തിനെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കേവലം മത്സ്യകർഷകരുടെ അവർ സമ്പത്ത് മുടക്കി കൃഷി ചെയ്തപ്പോൾ ആ മത്സ്യങ്ങൾ ചാകുകയും ആ മത്സ്യങ്ങൾ ചത്തത് കർഷകർ പ്രതിഷേധമാക്കുകയും ചെയ്തപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾക്കപ്പുറം ഈ പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനകീയ മനുഷ്യാവകാശ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ വർഷങ്ങളായിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിട്ടും അതിന് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്ന ഭരണവർഗങ്ങളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമൊക്കെ ഇപ്പോൾ സടകുടഞ്ഞെണീറ്റ് ജനപ്രതിനിധികളുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കാരണം എന്താണ്? അവരിലുണ്ടായിരിക്കുന്ന വീഴ്ച കൃത്യമായി പുറത്തു കൊണ്ടുവരുവാൻ ആ മത്സ്യങ്ങൾ ചത്തതിലൂടെ മത്സ്യകർഷകർക്ക് സാധിച്ചുവെങ്കിൽ ഈ പെരിയാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതമാർഗം വഴിമുട്ടിയപ്പോൾ അതിന് കാരണമായത് ഈ പെരിയാറും പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളും അതിലെ മലിനീകരണമാണെന്ന് പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും വാർത്തയാകാതെ വ്യവസായ സ്ഥാപനങ്ങൾ തങ്ങളുടെ ചെയ്തികൾ ദിനംപ്രതി വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ചെയ്തികൾക്കെല്ലാം നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള സ്ഥാപന മേധാവികൾ കൊടുത്ത പിന്തുണയാണ് ഈ ധാരണാന്ത്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമൂലം പെരിയാറിലെ ജൈവ ആവാസ മേഖലയ്ക്കും
അതുമൂലം അത് സൃഷ്ടിക്കുന്ന ആഘാതം നേരെ കടലിലുമൊക്കെ എത്തിച്ചേർന്ന് നമ്മുടെ മത്സ്യസമ്പത്തിലുണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് പരിശോധിച്ചാൽ ഈ വിഷയം, ഈ സ്ഥാപനങ്ങൾ വരുത്തിവെക്കുന്ന വിനാശകരമായ ദുരന്തം എത്രമാത്രം ഭയാനകമാണെന്ന് നമ്മുടെ വിചിന്തനങ്ങൾക്കപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കേവലം നഷ്ടപരിഹാരത്തിലൊതുക്കാതെ ഈ മലിനീകരണത്തിന് ഉത്തരവാദികളായ സ്ഥാപന മേധാവികൾക്കെതിരെയും ആ സ്ഥാപന മേധാവികൾക്ക് കൂട്ടുനിൽക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥ മേലധികാരികൾക്കെതിരെയും കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുത്തുകൊണ്ട് അതിശക്തമായ നിയമ നടപടിക്ക് പോകുവാൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഈ ദിവസത്തെ എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് കേവലം പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന മനുഷ്യരുടെയും അവിടെ മത്സ്യകൃഷി ചെയ്ത കർഷകരുടെയും മാത്രം വിഷയമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ജൈവ ആവാസ മേഖലയിലുണ്ടാകുന്ന ദുരന്തം എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുമെന്ന തിരിച്ചറിവിലേക്ക് കേരളം പതിയെ പതിയെ പോകുന്നതിൻ്റെ പല വിവക്ഷകളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഴ്ചകളെ നഷ്ടപരിഹാരം കൊണ്ട് മറയിടാതെ കർശനമായ നിയമ നടപടികളിലൂടെ ഒരു പുതിയ പുനഃസൃഷ്ടിക്കായി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.